ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാളെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ടെങ്കിൽ, അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് വയറ്റിൽ ഒരു വല്ലാത്ത ആവല് വരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റമക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അമിതമായിട്ട് വയറിളകി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരത്തിലത്തെ ഇമോഷൻസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആൻസൈറ്റി, പേടി, ഫിയർ ഒക്കെ വരുമ്പോൾ ആളുകളിൽ ഉണ്ടാകാറുണ്ട് അല്ലെ? ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് അവരുടെ എക്സാമിന്റെ ഡേയിൽ അന്ന് അവർക്ക് വയറ്റില് സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കള്ളത്തരം പറയുന്നതാണെന്ന് വിചാരിച്ച് നമ്മൾ അവരെ വഴക്ക് പറഞ്ഞ് വിടാറൊക്കെയുണ്ട്. ശരിക്കും ഇതൊരു ഡ്രാമയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡെലിവിഷൻസോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരിക്കലും. അല്ലെങ്കിൽ നമ്മുടെ മാനസിക പ്രശ്നമാണോ? ഒരിക്കലും അല്ല. ഇത് വാസ്തവത്തിലുള്ളത് തന്നെയാണ്. ഈ ഒരു റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറും വയറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു കണക്ഷൻ തന്നെയാണ്. ഇതിന് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. നെർവുകൾ വഴി, ബ്ലഡ് വെസൽസ് വഴി, ഹോർമോൺസ് വഴിയൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രെയിനും സ്റ്റൊമക്കും തമ്മിലൊരു അഭേദ്യ ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മബന്ധമുണ്ട്. ഇത് സാധ്യമാക്കുന്നത് പലപ്പോഴും നെർവ് കണക്ഷൻ വഴിയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഏതാണ്? ബ്രെയിനിന്റെ ആ ഒരു അടിഭാഗത്ത് നിന്ന് തുടങ്ങി സ്റ്റൊമക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗത്തേക്ക് വരുന്ന ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡികളിലൊന്നായിട്ടുള്ള വാഗസ് നെർവ് വഴിയുള്ള കണക്ഷൻ. ഇത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പലപ്പോഴും നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ്, നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട് പ്രോസസ് ഒക്കെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഈ ഒരു വാഗസ് നെർവ് വഴി ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ അതും നേരെ നമ്മുടെ മൈൻഡിലേക്ക് ഈ ഒരു നെർവ് വഴി എത്താനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഉള്ളത് പലതരത്തിലുള്ള ഹോർമോണൽ ഇഫക്റ്റ് ആണ്. നോറെപ്പിനെഫ്രിൻ, എപ്പിനെർഫിൻ പോലെയുള്ള അല്ലെങ്കിൽ അഡ്രിനാൽ, നോറഡ്രിനാൽ പോലെയുള്ള നമ്മുടെ ഫൈറ്റ് റെസ്പോൺസ് ഒക്കെ നൽകുന്ന ഹോർമോൺ, അത് പലപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് തലച്ചോറിലേക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നു. അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരത്തില് മെന്റൽ സിംറ്റംസ് അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടാകുന്ന സിംറ്റംസ് മൂലം സ്റ്റൊമക്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പലപ്പോഴും ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രധാനമായിട്ടും ഡോപ്പാമൈൻ അല്ലെങ്കിൽ സെറട്ടോണിൻ, ഗ്യാമാമിനോ ന്യൂട്രിക് ആസിഡ് അല്ലെങ്കിൽ ഗ്യാബ എന്ന് പറയുന്ന അസറ്റൈൽ കോളിൻ ഒക്കെ നമ്മളുടെ തലച്ചോറിൽ ഉണ്ടാവും. അതിന് കൂടുതലായിട്ട് 95% സെറോട്ടോണിനൊക്കെ 95% നാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമുക്ക് സ്റ്റൊമക്കിലാണ്. അപ്പൊ റിവാർഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡൊപ്പാമിനാണ്. ഡൊപ്പാമിന്റെ ഒക്കെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ മൂലം അത് നമ്മളുടെ തലച്ചോറിനെ വല്ലാത്ത രീതിയിൽ അതിന്റെ തലച്ചോറിന്റെ മൂഡ്സിനെ ഒക്കെ ബാധിക്കും. പിന്നെ ഒരു കണക്ഷൻ പറയുന്നത് സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ഗുഡ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോബയോം എന്നറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സ്റ്റൊമക്കിൽ വളരുന്ന ഗുഡ് ബാക്ടീരിയാസ് അല്ലെ, അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് എന്ന് പറയും. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത്. അപ്പൊ ഇതിന് ഈ ഒരു ബാക്ടീരിയാസ് പലപ്പോഴും നമ്മുടെ തലച്ചോറിന്റെ മൂഡ്സിനെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സെറോട്ടോണിൻ, അതുപോലെ തന്നെ അസറ്റൈൽ കോളൈൻ, ഗ്യാബ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ മാനസിക ആരോഗ്യത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെയും ഒരുപോലെ ബാധിക്കുന്നവയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഡൊപ്പാമൈൻ എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞു റിവാർഡ് ഹോർമോൺ ആണ്. ഇതിന്റെ പ്രവർത്തനം മൂലം നമുക്ക് എപ്പോഴും നമ്മളുടെ ആ ഒരു ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ലോജിക്കൽ ബ്രെയിൻ ഉണ്ട്. ബ്രെയിനിന് തന്നെ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചെടുത്ത് തീരുമാനിക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിനെ ലോജിക്കൽ ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ലോജിക്കൽ ബ്രെയിനിനെ എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇമോഷൻസ് വന്നാൽ പോലും അതിനെ കൈകാര്യം ചെയ്ത് അതിനൊന്ന് പഠിച്ച് റെസ്പോൺസ് കൊടുക്കാനൊക്കെ ഒരു ലോജിക്കൽ ബ്രെയിൻ ആണ് വേണ്ടത്. അപ്പൊ അതിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനും ഒക്കെ ഈ ഒരു ഡൊപ്പാമൈൻ വേണം. അപ്പൊ ഡൊപ്പാമൈന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഗട്ടിൽ കാണപ്പെടുന്ന മൈക്രോബയോംസ് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവ നമ്മളുടെ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നു. പിന്നെ സെറോട്ടോണിൻ ഇതുപോലെ തന്നെ ഒരു ഹാപ്പി ഹോർമോൺ ആണ്. നമ്മുടെ മൂഡ്സ് കൈകാര്യം ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളെ ഹാപ്പി ആക്കി വെക്കാൻ, നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ,
ഒരു വസ്തുവിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ സെറട്ടോണിന്റെ ആവശ്യകത കൂടുതലാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു 95% സെറട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗട്ട് ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലാണ്. അപ്പം സ്റ്റൊമക്കിന്റെ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ വളരെ ഹെൽത്തി ആയിട്ട് നടക്കും. അത് നമ്മുടെ മൂഡ്സിനെ ബാധിക്കും. പിന്നെ പലപ്പോഴും ഗാബ അല്ലെങ്കിൽ ഗാമാമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇത് നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്തിനെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ ഓർമ്മശക്തി കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മളെ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിന്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അത് നമ്മുടെ സ്റ്റൊമക്കിനെ ബാധിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഹെൽത്ത് ഓക്കെ അല്ല, നമുക്ക് എന്തെങ്കിലും സ്റ്റൊമക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതും ഈ ഒരു ആക്സിസ് മൂലമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ന്യൂറൽ സിംറ്റംസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസ് എന്ന് വിളിക്കാം. സ്റ്റൊമക്കിൽ പലപ്പോഴും നമുക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് നമുക്ക് പെട്ടെന്ന് വയറുവേദന ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വയറ് കെട്ടി വീർക്കുന്നു, ലൂസ് മോഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഈ എല്ലാം നോർമൽ ആയിരിക്കും. നമുക്ക് വേറെ നമ്മുടെ സ്റ്റൊമക്കിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് സംഭവിക്കുന്നത് ഈ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ പലപ്പോഴും ഫങ്ഷണൽ ഡിസ്പെപ്സിയ, അതായത് ഇത്തിരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വയറ് കെട്ടി വീർക്കുന്ന ഒരവസ്ഥ, ഇതും പലപ്പോഴും ഈ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കാം. പിന്നെ ചില സ്റ്റൊമക്കിനെ ബാധിക്കുന്ന അൾസറേറ്റീവ് കോളൈറ്റിസ് അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ, ഡിയോഡനൽ അൾസർ പോലെയുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ നെഞ്ചരിച്ചില്, പൊളിച്ചു തികട്ടല് പോലെയുള്ള റിഫ്ലക്സ് ഡിസീസസ് അല്ലെങ്കിൽ റിവേഴ്സ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഈ ഒരു സ്റ്റൊമക്കിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇനി നമ്മുടെ നെർവോ സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കും? ആദ്യമേ ഞാൻ പറഞ്ഞു, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുടെ മൈക്രോബയോംസ്, ഗട്ട് മൈക്രോബയോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ നമ്മളുടെ ബ്രെയിനിനെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വളരെ ആവശ്യമാണ്. അപ്പം ഇത് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്ക് ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്രോബയോംസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഹോർമോൺസിന്റെ ഒക്കെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് ഒത്തിരി ബ്രെയിനിന്റെ ഹെൽത്തിനെ അത് ഒരുപാട് ബാധിക്കും. നമുക്ക് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങൾ പതിയെ വന്ന് കൂടാഴികയില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഡിപ്രഷൻ, ക്രോണിക് ആൻസൈറ്റി പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥകൾ വരുന്നു, ഓവർ റിയാക്ഷൻസ് വരുന്നു, ഡിപ്രഷൻ, ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഇത് കാരണമാകാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് പ്രോപ്പറായിട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? അതിന് നമ്മൾ നമ്മുടെ ഇമോഷൻസും നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിന്റെ ഹെൽത്തും ഒരേപോലെ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെ? അപ്പൊ ഗട്ട് ഹെൽത്ത് റെഡിയാക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ ഗട്ടിലെ മൈക്രോബയോംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഹെൽത്തിനെ ഓക്കെ ആക്കി വെക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ സ്റ്റൊമക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും പ്രധാനം എന്താണ്? ഈ ബാക്ടീരിയാസിന് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക. അതിന് പ്രീബയോട്ടിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള നട്ട്സില്, അതുപോലെ തന്നെ ഓട്സില് ഒക്കെ പ്രീബയോട്ടിക്സ്, അതുപോലെ തന്നെ അധിക പുളിയില്ലാത്ത തൈരിലൊക്കെ, വെജിറ്റബിൾസില്, ചെറു ധാന്യങ്ങൾ, സിറിയൽസിലൊക്കെ പ്രീബയോട്ടിക്സിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പം അവയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ആണ് ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേതാണ്? പുളിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, ഇഡ്ഡലി, ദോശ പോലെയുള്ളവ, പഴങ്കഞ്ഞി, അതുപോലെ തന്നെ തൈര്, മോര് പോലെയുള്ളവ, ഇവയിലൊക്കെ പ്രോബയോട്ടിക്സിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പിന്നെ ഒണിയൻ, ജിഞ്ചർ, ഗാർലിക് പോലെയുള്ളവയും പ്രീബയോട്ടിക്സ് റിച്ച് ആണ് കേട്ടോ. അപ്പം ഇവയെല്ലാം ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഏറ്റവും നോർമൽ ആക്കി വെക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്. റുട്ടീനിസ്റ്റിക് ആയിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒഴിവാക്കുക. അതുപോലെ അധികം ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുക ധാരാളം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഡെയിലി ഒരു 3 to 4 അല്ലെങ്കിൽ 2.5 to 4 ലിറ്റേഴ്സോളം വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ആവശ്യകത അനുസരിച്ചിട്ടാണ് അതിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ഡെയിലി ഒരു 7-8 മണിക്കൂർ സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ഇതിന് നമുക്ക് മൈൻഡ്ഫുൾനെസ് പോലെയുള്ളവ, മെഡിറ്റേഷൻസ്, യോഗ പോലെയുള്ളവയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ റെഗുലർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. പിന്നെ പലപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് സമയം ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കായിക അധ്വാനങ്ങളൊക്കെ ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ധാരാളം പഴങ്ങള്, പച്ചക്കറികൾ, ഡിഫറെന്റ് കളേഴ്സിൽ, ഡിഫറെന്റ് വെറൈറ്റീസിൽ ഉള്ള ഭക്ഷണങ്ങൾ, നേരിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസിനെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും സ്റ്റൊമക് കംപ്ലൈൻസ് അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിധിയിലാക്കാൻ സാധിക്കും.